ഏതൊരു തെരഞ്ഞെടുപ്പിൻ്റെയും പിരിമുറുക്കം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ആര് എന്നറിയുമ്പോഴാണ് ഇത് പിരിമുറുക്കം വരുന്നത്. ഇന്നിവിടെ ആ പിരിമുറുക്കത്തിന് അയവ് വന്നു കഴിയുമ്പോൾ പിന്നെ പാർട്ടികളൊക്കെ വലിയ ചർച്ചകൾ ആരംഭിക്കും. അവരുടെ ജാതി എന്താണ്, അവർ ജയിക്കുമോ, അവർ കഴിഞ്ഞ പ്രാവശ്യക്കാരായിരുന്നു, അവർ ML ഇപ്പോൾ ആരാണ്, എന്താണെന്ന് വലിയ ചർച്ച നടക്കും. ഈ ചർച്ചകൾ എന്ന് പറയുന്നത് നടത്തി ഒരു PR വർക്കൊക്കെ, അതൊരു PR വർക്കാണ്. മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയും. മൗത്ത് ടു മൗത്ത് ആളുകൾ ഇങ്ങനെ പറയും, അയ്യോ ഇയാൾ വന്നാൽ ജയിക്കും, അയാൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റില്ലേ, അവിടെ ജയിച്ചില്ലേ. ഇപ്പം അങ്ങനെ ആളുകൾ വിലയിരുത്താൻ തുടങ്ങും. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻകാർക്ക് ഇതാ വിലയിരുത്താനായിട്ട് വലിയ ഒരു ആയുധം കിട്ടിയിരിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരം DCCയുടെ കോൺഗ്രസിന്റെ DCC കമ്മിറ്റി, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. ശബരിനാഥ്, അതായത് KS ശബരിനാഥ്, അദ്ദേഹം ഇപ്പോൾ വക്കീലായും കൂടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. MBA കാരനാണ്, വക്കീലായി എൻറോൾ ചെയ്ത് വളരെ മിടുക്കനാണ്, വളരെ മിടുക്കനായ യൂത്ത് കോൺഗ്രസിന്റെ നല്ല നേതാവാണ് അദ്ദേഹം. അദ്ദേഹം G കാർത്തികേയന്റെ മകനാണ്. പഴയ സ്പീക്കർ, തിരുത്തൽവാദിയൊക്കെ ആയിരുന്ന കോൺഗ്രസിന്റെ ജിഹു ആയിരുന്നു. ഒരുപക്ഷെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും വലിയ ശക്തനായ നേതാവായി നിൽക്കാൻ കഴിയുന്ന G കാർത്തികേയന്റെ മകനാണ്. അതുപോലെ ദിവ്യ എസ് ഭർത്താവാണ്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഒരു സെലിബ്രിറ്റി മോഡൽ നിൽക്കുന്ന ആളാണ് KS ശബരിനാഥ്. അദ്ദേഹത്തെ ഇറക്കി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. സാധാരണ അങ്ങനെയൊന്നും മുൻപ് ചെയ്യാറില്ല. ജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത്. അതേസമയം നാലാഞ്ചിറ നിന്ന് നിരവധി വർഷങ്ങളായി പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ജോൺസൺ ഉണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും, നാലാഞ്ചിറ ഭാഗത്തുള്ള ജോൺസൺ ഉള്ളപ്പോഴും KS ശബരിനാഥിനെ ലോഞ്ച് ചെയ്തുകൊണ്ട് മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥിനെ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്ത് ശബരിനാഥിനോടുള്ള ഒരു നന്മ, അതേ MLA ആയിരുന്നു, ഒരു പ്രാവശ്യം MLA ആയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റീഫനോട്, കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സ്റ്റീഫനോട് തോറ്റു. ഇപ്പൊ സ്റ്റീഫനാണ് CPMന്റെ MLA അരുവിക്കരയിൽ. പക്ഷേ അവിടെ തോറ്റെങ്കിലും തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിലാണ് താമസിക്കുന്നത്. പക്ഷേ ശാസ്തമംഗലം വാർഡ് ഇപ്പോൾ വനിതാ വാർഡാണ്. അവിടെ വീണ എസ് നായർ ചിലപ്പോൾ അഡ്വക്കേറ്റ് വീണ എസ് നായർ കഴിഞ്ഞ പ്രാവശ്യം പ്രശാന്തിനെതിരെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച വീണ എസ് നായർ അവിടെ വരാനുള്ള സാധ്യത കാണുന്നു. അതേസമയം കവടിയാർ വാർഡിലേക്കാണ് KS ശബരിനാഥ് മാറുന്നത്. തൊട്ടടുത്ത വാർഡാണ് കവടിയാർ വാർഡ് പലപ്പോഴും കോൺഗ്രസിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള വാർഡാണ്. ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്, പല രൂപത്തിലൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ കവടിയാർ വാർഡിലേക്ക് നിർത്തിക്കൊണ്ട്, ശബരിനാഥിനെ നിർത്തിക്കൊണ്ട് പുതിയൊരു ടീമിനെ ലോഞ്ച് ചെയ്തുകൊണ്ട് കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ അതേ കട്ടയ്ക്ക് കട്ട എന്നുള്ള നിലയിൽ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VV രാജേഷ്, അദ്ദേഹം ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നുള്ള കൗൺസിലറാണ്. പക്ഷെ വട്ടിയൂർക്കാവ് വനിതയായി പോയി, വട്ടിയൂർക്കാവല്ല, പൂജപ്പുരയിൽ നിന്നുള്ള കൗൺസിലറാണ്. പൂജപ്പുര ഇപ്പോൾ വനിതയായി പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്ന് VV രാജേഷിന് മത്സരിക്കാൻ കഴിയില്ല. പക്ഷെ VV രാജേഷിന് മത്സരിക്കാൻ കഴിയുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരുപാട് സീറ്റുകൾ തിരുവനന്തപുരത്തുണ്ട്. കാരണം BJPക്ക് ഒരുപാട് സീറ്റുകളുള്ള ഒരു ജില്ല, ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഏറ്റവും ഷുവറായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു BJP സീറ്റിൽ നിന്നുകൊണ്ട് VV രാജേഷ് മേയർ സ്ഥാനാർത്ഥിയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ കരമന അജിത്ത് വളരെ ശക്തനായ നേതാവാണ്. അദ്ദേഹം പാപ്പനംകോടുള്ള ഒരു നേതാവുണ്ട്, പിന്നെ വനിതാ നേതാക്കളുമുണ്ട്, പാപ്പനംകോടൊക്കെ ഉള്ള വനിതാ നേതാക്കളുമുണ്ട്. അപ്പോൾ ഒത്തിരി നേതാക്കളുണ്ട് BJPയിൽ എന്തായാലും. പക്ഷേ VV രാജേഷിൻ്റെയും കരമന അജിത്തിൻ്റെയും P അശോകുമാറുണ്ട്. P അശോകുമാർ പാൽക്കുളങ്ങരവാളിൽ നിന്ന് നിരന്തരം ജയിക്കുന്ന ആളാണ്, ഹിന്ദു മുന്നണിയുടെ കാലം മുതലേ ജയിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മേയറാകുമെന്ന് എനിക്കറിയില്ല, കാരണം പ്രായമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി ഡെപ്യൂട്ടി മേയറോ മറ്റേതെങ്കിലും തരത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നറിയില്ല. ആശാദേവി എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്, ആശാനാഥ് ഉണ്ട്. അപ്പോൾ ആശാനാഥിന് വളരെ ശക്തമായി നിൽക്കുന്ന ഒരു നേതാവാണ്. ഇനി അവരെ പരിഗണിക്കുമോ? ഇങ്ങനെ BJPക്കും ആളുകളാവുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനായി എന്നാൽ ഒട്ടും പിറകിലല്ലാതെ ഞങ്ങൾ ചെറുപ്പക്കാരെ പരീക്ഷിക്കുന്നവരാണ്. CPMന്റെ പിണറായി വിജയൻ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ചെറുപ്പക്കാരെ ഞങ്ങൾ പരീക്ഷിക്കും. പക്ഷെ അതിൻ്റെ പിന്നെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ അതെന്തോ ആയിക്കോട്ടെ. കാര്യം മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്ന് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലും മന്ത്രിയൊക്കെ ആക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് റിയാസിന് വേണ്ടി മാത്രമായ ഒരു ചെറുപ്പക്കാരനെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. എങ്കിൽ പിന്നെ എല്ലാ ചെറുപ്പക്കാരും പൊങ്ങി വന്നോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് എടുത്തു എന്നുള്ള ഒരു കരക്കമ്പി കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. അതിൽ ശരിതെറ്റുകളും നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്തായാലും കുറേ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 25 വയസ്സുള്ള ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരത്ത് മേയറാവാൻ പറ്റി. അപ്പോൾ അത് 25 വയസ്സേ ഉള്ളൂ. അവർ മുടവൻ മോൾ ജയിലിൽ നിന്ന് SFIയുടെ ഒരു സാധാരണ പ്രവർത്തകയായി നിന്ന, ബാലസംഘത്തിന്റെ പ്രവർത്തകയായി നിന്നവർ വളരെ പെട്ടെന്ന് തന്നെ മേയറാവാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അവർ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി, പാർട്ടിക്ക് തന്നെ തലവേദന ഉണ്ടാക്കി എന്നുള്ളത് വേറെ വിഷയം. അത് അവരുടെ പക്വതയില്ലായ്മ, പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് അവരുണ്ടാക്കി. എന്തായാലും CPM ശക്തമായി രംഗത്തുണ്ട്. S സുന്ദർ എന്ന് പറയുന്ന CPMന്റെ ശക്തനായ നേതാവുണ്ട്. തിരുവനന്തപുരത്ത് ദീപക് എന്ന് പറയുന്ന ദീപക് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ നേതാക്കൾ CPMനും ശക്തരായിട്ട് തന്നെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അതോ ഇനി സീനിയർ നേതാക്കളായിട്ടുള്ള ജയൻ ബാബുവിനെയൊക്കെ നേരത്തെ വെച്ചതുപോലെ സീനിയർ ആയിട്ടുള്ള നേതാക്കളെ ആയിട്ട് വയ്ക്കുമോ
വയ്ക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. CPM-നെ സംബന്ധിച്ച് CPM എന്താ തീരുമാനിക്കുന്നത് അറിയത്തില്ല. അത് മത്സരം ഇനി ഒന്ന് കടുത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിൽ സീനിയർ ആരാണ്. കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയർ ആളുകളെ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ തന്നെ ആയിരിക്കും, പാർട്ടിയിൽ സീനിയായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും മേയറായി. പക്ഷെ അതിനെ ഒരു ഘടകവിരുദ്ധമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ പേര് കയറി വന്നത്. കാരണം എന്താണ്, നമ്മുടെ പേരൂർക്കട MLA വാർഡിലെ MLA കൗൺസിലർ വന്നിരുന്നു. കൗൺസിലർ ജമീല എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തില്ല. അപ്പം പിന്നെ വേറെയുണ്ട് ചെറുപ്പക്കാരൻ. വഞ്ചിയൂർ ബാബു ചെറുപ്പമല്ല, കുറച്ച് മുതിർന്ന ആളാണ്. വഞ്ചിയൂർ ബാബു മത്സരിക്കുകയാണെങ്കിൽ ഗായത്രി ബാബു, വഞ്ചിയൂർ ബാബുവിൻ്റെ മകൾ ഗായത്രി ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ ഗായത്രി ബാബുവിന് മത്സരിക്കുമോ എന്നറിയില്ല. വഞ്ചിയൂരിൽ നിന്ന് വഞ്ചിയൂർ ബാബു മത്സരിച്ച് ജയിച്ചാൽ വഞ്ചിയൂർ ബാബു വലിയ നേതാവാണ്. ഡോക്ടർ PS ശ്രീകലയുടെ വലിയ തിരുവനന്തപുരത്തെ CPM-നകത്ത് വലിയ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് ഡോക്ടർ PS ശ്രീകലയും വഞ്ചിയൂർ ബാബുവും ഗായത്രി ബാബു ഒക്കെ. കുടുംബം മുഴുവൻ രാഷ്ട്രീയത്തിലാണ്. അവർ വളരെ വലിയ സ്വാധീനമുള്ളവരും ഒരുപാട് പദവികളും പൊസിഷനും ഒക്കെ പിടിച്ചെടുക്കുന്നവരും കിട്ടുന്നവരുമാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ വഞ്ചിയൂർ ബാബു എന്ന് പറയുന്ന അദ്ദേഹം ഇനി മേയറാകുമോ? അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള 3-4 പേരുകളാണ്, 6-7 പേരുകളാണ് 3 മുന്നണിയിലും കേൾക്കുന്നത്. അത് നേരത്തെ ഉള്ള K ശബരിനാഥിൻ്റെ അടുത്ത് പിന്നെ രണ്ടാമതൊരു പേര് ഇപ്പം കേൾക്കുന്നില്ല. കാര്യം ശബരിനാഥിനെ നിർത്തി കഴിഞ്ഞ് പിന്നെ രണ്ടാമനായിട്ട് ഒരാളെ കൂടെ നിർത്തി അങ്ങനെ പരീക്ഷിക്കുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം MLA ആയിരുന്ന ആളാണല്ലോ. പിന്നെ അല്ലെങ്കിലും കാർത്തികേയൻ സാറിൻ്റെ മകനാണ്. അപ്പോൾ ഒരുപാട് കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്, വലിയ ചാനലിലൊക്കെ വരുന്ന വലിയ പാനലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഒരാളിനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ X or Y എന്ന് പറഞ്ഞ് വേറെ ആളെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അത് പിന്നെ ഒരു അസ്വസ്ഥതയും അശാസ്ത്രീയതയും ഉണ്ട്. പിന്നെ പരസ്പരം കാലുവാരി രണ്ടുപേരും തോറ്റുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് K ശബരിനാഥിൻ്റെ നേതൃത്വത്തിലൊരു വലിയ പാനലും, അതേസമയം CPM ദീപകിൻ്റെയും സുന്ദറിൻ്റെയും വഞ്ചിയൂർ ബാബുവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പാനലും, അപ്പുറത്ത് BJP ആണെങ്കിൽ VV രാജേഷും കരമന അജിത്തും അതുപോലെ തന്നെ പിന്നെ ആശാനാഥും അടങ്ങുന്ന അശോക് കുമാറൊക്കെ അടങ്ങുന്ന വേറൊരു പാനലും വരാനുള്ള വലിയ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ BJP-യുടെ പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 പേരടങ്ങുന്ന, പിന്നെ മഹേശൻ നായരുണ്ട്. മഹേശൻ നായർ പിന്നെ BJP-യിലേക്ക് പോയി, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയി. അതോടുകൂടിയാണ് പൂജപ്പുര വാർഡിന് കോൺഗ്രസിന് നഷ്ടമായുള്ള ഒരു പ്രധാന കാര്യം അതാണ്. പക്ഷേ മഹേശ്വരൻ നായർ ഇപ്പോൾ ഇവിടെ മത്സരിക്കുമെന്നൊരു ചോദ്യമുണ്ട്. പൂജപ്പുര അതായിട്ടില്ല, തൊട്ടടുത്ത മുടവൻമോൾ വാർഡ് പിന്നെ SC റിസർവേഷനിലേക്കും പോയി, പട്ടികജാതി പട്ടികവർഗത്തിലേക്കും പോയി. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിടത്തും പറ്റത്തില്ല. അപ്പോൾ ഇനി അപ്പുറത്തും ഇപ്പുറത്തും മാറി നിൽക്കുമോ നമുക്കറിയത്തില്ല. അപ്പോൾ അത് അറിയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അത് BJP-യിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വളരെ ശക്തമായ രീതിയിലാണ് BJP-യും കോൺഗ്രസും CPM നിൽക്കുന്നത്. ഇതിൽ BJP-ക്ക് ഇനി ശ്രീലേഖ IPS-നെ കുറിച്ച് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. അവരും ചിലപ്പോൾ ഒരു കോർപ്പറേഷനിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അവർ മത്സരിച്ചാൽ ഒരു പുരുഷ സ്ഥാനാർത്ഥിയായി ഉള്ള സ്ത്രീകളാക്കുന്നതിൽ സാങ്കേതികമായ തടസ്സമൊന്നുമില്ല. കാര്യം റിസർവേഷനിൽ ജനറൽ കാൻഡിഡേറ്റുകളെ ആക്കുന്നതിൽ സാങ്കേതിക തടസ്സമൊന്നുമില്ല. ഇനി ശ്രീലേഖ IPS-നെ നിർത്തിക്കൊണ്ട് അവരെ ലോഞ്ച് ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ പിടിക്കുമോ? ഇനി കൃഷ്ണകുമാറും ഉണ്ട്. കൃഷ്ണകുമാറും ഇങ്ങനെ നിൽക്കുകയാണ്. കൃഷ്ണകുമാറിനെ ലോഞ്ച് ചെയ്തുകൊണ്ട് BJP പിടിക്കുമോ? അതോ കൃഷ്ണകുമാറിനെയും ശ്രീലേഖയെയും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരവും വട്ടിയൂർക്കാവുമുള്ള അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ VV രാജേഷിനെയും കരമന അജിത്തിനെയും അടക്കമുള്ള ആളുകളെ ആയിരിക്കുമോ കോർപ്പറേഷനിലേക്ക് പരീക്ഷിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ശബരിനാഥ് വന്നതോടുകൂടി മത്സരത്തിൻ്റെ സ്വഭാവം മാറി. എല്ലാ ആളുകളും ശക്തരായ ചെറുപ്പക്കാരായ പ്രൊഫഷണലായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ ഇറക്കാനാണ് സാധ്യത. ആ ഇറക്കത്തിൽ പരമ്പരാഗതമായി CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായതിനു ശേഷം നാളിതുവരെ ഭരിച്ചു പോകുന്നത്. ആ ഭരിച്ചു പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണ മുന്നണി വരുമോ എന്നുള്ളതൊരു സംശയമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP കൂടുതൽ വോട്ട് പിടിക്കുമോ, സീറ്റ് പിടിക്കുമോ? അതോ ഇനിയൊരു തൂക്ക് സംവിധാനം വരും, 34, 33, 33 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള വരാം. അങ്ങനെയൊക്കെ വന്നാൽ ആരെ പിന്തുണയ്ക്കും? ഇത്തരം കാര്യങ്ങളുള്ള വളരെ കൗതുകമുള്ള ഒരു തലസ്ഥാന വിശേഷമാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തന്നെയാണ് 3 മുന്നണികളും കച്ചകെട്ടിയിരിക്കുന്നത്. ഏറ്റവും മുതിർന്ന നേതാക്കളെ തന്നെയാണ് അവർ പ്രായം കൊണ്ടല്ല, മറ്റ് സെലിബ്രിറ്റി പോലുള്ള നേതാക്കളെ തന്നെയാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്.